അവരവർക്ക് ഇഷ്ടപ്പെട്ടുന്ന അത്താഴം കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി കഴിക്കുമ്പോൾ 6 ഗ്ലാസ് വെള്ളമായി, 1.5 ലിറ്റർ വെള്ളമായി, വേണ്ടത്ര വിശപ്പും ദാഹവും ഒക്കെ മാറി ഉണ്ടാവും. പിന്നെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയ പോഷകം വേണമെന്ന് വിചാരിക്കുന്നവർ നട്ട്സ് ചേർക്കാം. അത് കഷ്യൂ നട്ട്സ് ആവാം, ബദാം ആവാം, വാൾനട്ട്സ് ആവാം, എല്ലാം പോയിട്ട് നമ്മുടെ സാധാരണ ഗ്രൗണ്ട് നട്ട്സ് ആയ നിലക്കടല അതും ആവാം. പിന്നെ പോഷകത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തൈരാണ്. തൈര് ഇഷ്ടപ്പെടുന്നവരും തൈര് ദഹിക്കുന്നവരും ഒരു കപ്പ് തൈര് ഒന്നിക്കൽ കിടക്കാൻ നേരത്ത് അല്ലെങ്കിൽ അത്താഴത്തിന് കഴിക്കാം. വെരി ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, ഹൈ ക്വാളിറ്റി കാൽഷ്യം, അതിൻ്റെ പുറമെ വയറ്റിലെ അസുഖങ്ങൾക്കുള്ള മാറുന്ന പ്രോബയോട്ടിക്സ് കൊണ്ട് സമ്പന്നമാണ് തൈര്. അതുകൊണ്ട് തൈര് ചേർക്കുന്നത്, അധികം പുളി ഇഷ്ടപ്പെടാത്തവർ ഹാറ്റ്സൺ പോലത്തെ പുളി കുറഞ്ഞ തൈരുകളുമുണ്ട്, അതും കൂടി ചേർക്കുന്നത്. ഇതിലുപരി ഇനി ഓരോരോ വിവിധ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് നോമ്പ് തുറക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് പ്രമേഹ രോഗികൾക്ക് അവർ വാങ്ങി കേട്ടപാട് ഞാൻ പറഞ്ഞ മാതിരി 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഒരു കാരക്ക കഴിക്കുമ്പോൾ ആ വായിൽ തന്നെ അവരെ പ്രമേഹത്തിൻ്റെ ഗുളിക കഴിക്കണം. അത് കഴിക്കുമ്പോൾ ഒരു 20 മിനിറ്റ് പിടിക്കും അത് ദഹിച്ച് വരാൻ. അപ്പോഴത്തേക്കും നമ്മളെ ഭക്ഷണം അങ്ങ് ചെല്ലുമ്പോൾ ഭക്ഷണം ന്യൂട്രലൈസ് ആയി പോകും. രാത്രി ഓട്സ് അവർക്ക് നല്ലതാണ്. അതിൻ്റെ പുറമെ ഇലക്കറികളും ഞാൻ പറഞ്ഞ പഴവർഗ്ഗങ്ങളും അവർക്ക് നല്ലതാണ്. അത്താഴത്തിന് പതിവായിട്ട് കഴിക്കുന്ന ഗുളികയുടെ പാതി കഴിച്ചാൽ മതി. കാരണം അത്താഴം കഴിഞ്ഞ് നമ്മളൊരു 13 മണിക്കൂർ വയറ് എം ടി സ്റ്റമക്കായിരിക്കുകയാണ്. ആ സമയത്ത് ഷുഗർ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നോമ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇടയ്ക്ക് ക്ഷീണം വരികയാണെങ്കിൽ നമ്മൾ ഗ്ലൂക്കോമീറ്ററിൽ ഒരു തുള്ളി രക്തമെടുത്ത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം, ഞാനൊരു മതപണ്ഡിതനൊന്നുമല്ല, പക്ഷെ ഒരു വിശ്വാസിയാണ്. പക്ഷെ ഒരു തുള്ളി രക്തം എടുക്കുന്നതുകൊണ്ട് നോമ്പ് മുറിയുമെന്ന് തോന്നുന്നില്ല. കാരണം അത്തരം പല തുള്ളികൾ കൊതുകൾ നമ്മളെ ശരീരത്തിൽ നിന്ന് കുത്തിയെടുക്കുന്നുണ്ടല്ലോ, അന്നേരം നമ്മൾ നോമ്പ് മുറിയുന്നില്ലല്ലോ. ആ നിലക്ക് ഇത് എടുക്കുന്നതിൽ തെറ്റില്ല. ഇനി ബി പിയുടെ, ഹൈപ്പർ ടെൻഷൻ്റെ, അവർ പതിവായിട്ട് കഴിക്കുന്ന ഗുളികകളെല്ലാം തന്നെ കഴിക്കാം. ഇടയ്ക്ക് പോയിട്ട് ഡോക്ടറെ കൊണ്ട് ഒന്ന് ബി പി ചെക്ക് ചെയ്യിക്കാം. പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർ, യൂറിക് ആസിഡ് ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ, അതുവരൊക്കെ നിർബന്ധമായിട്ടും ആ പറഞ്ഞ ഡോസുകൾ പോലെ കഴിക്കണം. കാരണം നമ്മുടെ പ്രോട്ടീനും കൊഴുപ്പും അമിതമായിട്ട് അകത്ത് ചെല്ലാൻ സാധ്യതയുണ്ട്. അതൊക്കെ ക്യാൻസലാക്കാം. പിന്നെയും ക്ഷീണം തോന്നുന്നവർ മൾട്ടി വിറ്റാമിൻ അല്ലെങ്കിൽ ബി കോംപ്ലക്സ് അല്ലെങ്കിൽ മൾട്ടി വിറ്റാമിൻ മൾട്ടി മിനറൽ വില കുറഞ്ഞ ഒരു 1-1.5 രൂപയുടെ വിലയിലുള്ള ഗുളികകൾ അവൈലബിൾ ആണ്. നല്ല കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല, അത് കമ്പനി പ്രോത്സാഹിപ്പിക്കുന്ന മാതിരിയാവും. അത് കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം നന്നായിട്ട് മാറുകയും ചെയ്യും. ഇനി ആർക്കൊക്കെ നോമ്പ് നോക്കാം? നോമ്പ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തൂപങ്ങളിൽ ഒന്നാണല്ലോ. അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം ഞാൻ തരും. അത് എന്തുകൊണ്ടാണ്? നോമ്പ് തക്വയിൽ അധിഷ്ഠിതമാണ്. നമ്മൾ ഈ 13 മണിക്കൂർ നമുക്ക് ഇഷ്ടപ്പെട്ട വെള്ളങ്ങൾ, ജ്യൂസ്, ഭക്ഷണങ്ങൾ, ഭോഗങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കും അള്ളാഹുവിൻ്റെ കമാൻഡിനും അനുസരിച്ചാണ്. അപ്പോൾ അതിൽ തക്വ കൂടുതൽ. അള്ളാഹു നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്. ചില വിലക്കിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, അതാണ് തക്വ. മറ്റുള്ള നമസ്കാരത്തിലും മറ്റേ സക്കാത്തിലും ഒന്നും തക്വ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ മിക്ക സമയത്തിലും ഇതുപോലെ ഖുശൂ എന്ന് പറഞ്ഞ ആ കോൺസെൻട്രേഷൻ നമസ്കാരത്തിലും കിട്ടണമെന്നില്ല. അതിൻ്റെ സക്കാത്തിൻ്റെ കാര്യമാണെങ്കിൽ പല ഒഴിവുകളും പറഞ്ഞിട്ട് നമ്മളത് ഒഴിവാകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ഒഴിവാകാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊരു 3-4 കാറ്റഗറി ഉണ്ട്. മെഡിക്കലി സ്പീക്കിംഗ്, ഒരു ഡോക്ടർ എന്ന നിലക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അടുത്തിടെയായിട്ട് മാരകമായ രോഗം ബാധിച്ച് ICUവിൽ നിന്ന് ഡിസ്ചാർജായി ഗുളികകൾ കഴിക്കുന്നവർ, അവർ നോമ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. കാരണം കരുതിക്കൂട്ടിയല്ലല്ലോ നമ്മൾ. നമ്മുടെ ദീനിൽ വിശ്വാസത്തിൻ്റെ അത്ര തന്നെ, ഇബാദുകളുടെ അത്ര തന്നെ പ്രാധാന്യമാണ് നിയ്യത്തിനുള്ളത്. നമുക്ക് കഴിയാത്തതുകൊണ്ടാണല്ലോ. രണ്ടാമത്തത്
കിഡ്നി രോഗികൾ. കാരണം കടുത്ത കിഡ്നി രോഗികൾക്ക് വെള്ളം കൂടിപ്പോയാലും ശ്വാസം മുട്ടൽ വരാനിടയുണ്ട്. വെള്ളം കുറഞ്ഞു പോയാൽ യൂറിയ, ക്രിയാറ്റിനിൻ ഒക്കെ കൂടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് വെള്ളത്തിൻ്റെ അളവ് വളരെ നിർബന്ധമാണ്. മൂന്നാമത്തത് ക്യാൻസർ പോലത്തെ അല്ലെങ്കിൽ സമാനമായ വാതരോഗം പോലത്തെ മാരകമായ രോഗങ്ങൾ ബാധിച്ചവർ, അവർക്ക് ഒരു നേരത്തെ മരുന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അവരും വേണമെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. പിന്നെ ഒന്ന്, 10 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ, അത് അവരെ നിർബന്ധിക്കണ്ട. അവർ എടുക്കുവാണെങ്കിൽ എടുത്തോട്ടെ, നമ്മൾ നിർബന്ധിക്കേണ്ട. ഇതൊക്കെയാണ് ഈ ചെറിയ പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ക്ഷമയോട് കേട്ട നിങ്ങൾക്കും ഇതിന് നിരന്തരം എനിക്ക് പ്രചോദനമായ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ ആബാലവർത്തം സുഹൃത്തുക്കൾക്കും 1-2 പേരുകൾ ഞാൻ പറഞ്ഞോട്ടെ. എൻ്റെ സുഹൃത്തായ ഹൈക്കോർട്ടിലെ ലോയർ തലശ്ശേരിക്കാരനായ TP സാജിദ് അവർകൾ, പിന്നെ എന്നെ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ സഹായിച്ച എൻ്റെ അടുത്ത ബന്ധു, സ്പ്രിൻ്റ് സ്റ്റഡി സർക്കിളിൻ്റെ എല്ലാമായ റഷാദ് മാസ്റ്റർ, അയാൾക്കും, പിന്നെ ഇതിനെല്ലാം ഉപരി എനിക്ക് ഇതിന് അറിവ് തന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏവർക്കും ഈ വരുന്ന 30 നോമ്പുകളും എളുപ്പത്തിൽ നോറ്റു വീട്ടാനുള്ള ആരോഗ്യവും ആയസ്സും തരട്ടെ, ആഫിയത്തും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റംദാൻ മുബാറക്, റംദാൻ കരീം തൽക്കാലം നിർത്തട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഉപകാരപ്രദമായിട്ട് ഇത് തോന്നുവാണെങ്കിൽ മറ്റുള്ളവരായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കണ്ട. നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.